എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മീനു മുനീറിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു പുതിയ ഒരു വോയിസ് കോൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവൾക്ക് ഇപ്പോഴും ഉണ്ട്, കൂട്ട് തന്നെയാണ്, അവർ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരത്തിയുടെ കൂട്ടുകാരിയെ നമ്മുടെ മീനു മുനീർ പരിചയപ്പെടുകയും അതിനുശേഷം ആ കുട്ടിയെ നിരന്തരം മീനു മുനീർ ഫോണിൽ ബന്ധപ്പെടുകയും അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സായി. അങ്ങനെ ആ കുട്ടിയോട് പറയുകയാണ്, ഒരു 10-15 ദിവസത്തേക്ക് വിദേശയാത്ര, അതായത് പ്രോഗ്രാമായിട്ട് വിദേശത്ത് പോകണമെന്നും വീട്ടുകാരുടെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടുമെന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. 15 ദിവസത്തെ ടൂറാണ് എന്ന് പറയുമ്പോൾ, എന്നിട്ട് നമ്മുടെ മീനു പറയുകയാണ്, ഇഷ്ടംപോലെ പൈസ, കൈ നിറയെ പൈസ കിട്ടും, നല്ല അടിപൊളിയാണ്, സിനിമാക്കാരൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ പ്രലോഭിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, 15 ദിവസത്തേക്കൊന്നും വീട്ടിൽ നിന്ന് മാറിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ ഞാൻ വരില്ല എന്നൊക്കെ ഈ കുട്ടി പറയുകയാണ്. അപ്പോൾ മീനു എന്ന് പറയുന്ന അവർ ഒരുപാട് ഈ കുട്ടിയെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ കുട്ടിയെ എത്ര നിർബന്ധിച്ചിട്ടും കുട്ടി വരാൻ കൂട്ടാക്കാതിരിക്കുമ്പോഴത്തേക്ക് മീനു മുനീറിന് സ്വാഭാവികമായിട്ട് ഈ കുട്ടിയോട് ചെറിയൊരു അകൽച്ചയൊക്കെ ഉണ്ടായി. എന്നാലും അവർ വീണ്ടും അടുത്തു കൂടുന്നു. എന്നിട്ട് ഈ കുട്ടിയോട് പറയുന്നു, അത് പോട്ടെ, നമുക്ക് ഈ നാട്ടിൽ തന്നെ നല്ല ഒരു പ്രോഗ്രാമുണ്ട്, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെങ്കിൽ കൈ നിറയെ പൈസ കിട്ടും എന്നും പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ വീണ്ടും പ്രലോഭിപ്പിക്കുകയാണ്. അത് ഒരു 5 ദിവസത്തെ പ്രോഗ്രാമേ ഉള്ളൂ, വീട്ടിൽ പറയുക പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞ് വന്നാൽ മതി, നമുക്ക് അടിച്ച് പൊളിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴോർത്തോളണം, മീനു പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രാം ഉണ്ട് എന്ന് ആദ്യം ഈ കുട്ടിയോട് പറയുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയോട് പറയുന്നത് പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും വന്നാൽ മതി, നമുക്ക് അടിച്ചു പൊളിക്കാം എന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഈ കുട്ടി ഒരു തരത്തിലും കൂടെ പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല. കുട്ടി പറയുകയാണ്, ഞാൻ വരില്ല, എനിക്ക് താല്പര്യമില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരത്തി ഒരുപാട് നിർബന്ധിച്ചിട്ടും നടക്കില്ല എന്ന് തീർത്തും കുട്ടി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന മീനുവിന് നമ്മുടെ ഈ പെൺകുട്ടിയോട് ഭയങ്കരമായിട്ടുള്ള പിണക്കം ഉണ്ടാവുകയാണ്, വിദ്വേഷം ഉണ്ടാവുകയാണ്. അങ്ങനെ എന്ത് ചെയ്തെന്നോ, ഈ മീനു ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, അതിനുശേഷം ഈ കുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഈ കുട്ടി കൂടുതലായിട്ട് അടുക്കുന്ന ആളുകളുടെ ഇടയ്ക്കൊക്കെ ചെന്നിട്ട് ഈ കുട്ടി കുറച്ച് മോശക്കാരിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തുകയും, പിന്നെ അതിനുശേഷം ചെയ്തതെന്ന് വെച്ചാൽ, ഈ കുട്ടി അതുവരെയും ഈ കുട്ടിയുടെ കൂട്ടുകാരിയാണ് ഈ സംഭവങ്ങൾ, ഈ വോയിസ് കോൾ പുറത്ത് വിട്ടിരിക്കുന്നത് തന്നെ നമ്മുടെ കൂട്ടുകാരിയുടേതാണ്, ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ വോയിസ് കോളാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടുകാരിയോട് അതിന് ശേഷമാണ്, അതായത് ഈ മീനു ഈ കുട്ടിയെ പറ്റി അപവാദം പറഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയെ സമീപിച്ചിട്ട്, അതായത് ഈ വോയിസ് കോളിൻ്റെ ഉടമയെ സമീപിച്ചിട്ട് പറയുന്നത്, ഇതുപോലെയൊക്കെ ഒരു അനുഭവം ഉണ്ടായി, ഈ സ്ത്രീ ഇങ്ങനെയൊക്കെയായി, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കൂട്ടുകാരി പറയുകയാണ്, ഇനി അങ്ങനെ അവരുമായിട്ടൊന്നും ഒരു ഇടപാടും വേണ്ട എന്നിങ്ങനെ പറയുന്നു. അതിനുശേഷം സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിക്ക് സംഭവിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ, രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന് കഴിയുമ്പോൾ ഒരു 10-11 മണി കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ ഫോണിലേക്ക് ഒരുപാട് ഫോൺ കോളുകൾ തുരാന്നും പറഞ്ഞ് വരികയാണ്. അത് മറ്റാരുമല്ല, ഈ മീനു മുനീർ പറഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളാണ് കുട്ടിയെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നതെന്നാണ് കുട്ടി പറയുന്നത്. ഒരുപാട് ആണുങ്ങളുടെ ഫോൺ കോള് ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഇങ്ങനെ തുടരെയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഈ പെൺകുട്ടിക്ക് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫോണ് ഒന്നീ ഫ്ലൈറ്റ് മോഡ് വയ്ക്കും, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ട് വെക്കേണ്ട ഒരു ഗതികേടാണ് ഈ പെൺകുട്ടിക്ക് വരുന്നത്. അങ്ങനെ പെൺകുട്ടി എല്ലാ കാര്യവും ഈ കൂട്ടുകാരിയോട് തുറന്ന് പറയുകയാണ്. അതിനുശേഷം ഇവരുമായിട്ടുള്ള എല്ലാ കണക്ഷനും വിട്ട് അവരുമായിട്ട് ഈ പറയുന്ന മീനുവിനോട് യാതൊരുവിധ ഇടപാടും ഇല്ലാതിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ മീനു ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് സിനിമാക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്, ഞാനൊരു സിനിമാക്കാരുമായിട്ട് വീഡിയോ കോളിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ് ഈ പെൺകുട്ടിക്ക്. അപ്പോൾ പെൺകുട്ടി നോക്കുമ്പോഴത്തേക്ക് ആ സ്ക്രീൻഷോട്ടിനകത്ത് ഈ മീനു എന്ന് പറയുന്ന സ്ത്രീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വളരെ വൾഗറായിട്ടുള്ള ഡ്രസ്സാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മീനുവിൻ്റെ ആ ഫോട്ടോ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ, അതായത് മീനുവിൻ്റെ ഫോട്ടോ കട്ട് ചെയ്യാൻ മറന്നായിരിക്കും ഈ പെൺകുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന
ഈ പറയുന്ന വീഡിയോ കോളിൽ മീനുവിൻ്റെ ഡ്രസ്സ് വളരെ മോശമായിരുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ മീനു പുറത്ത് വിട്ട നായകന്മാരുണ്ടല്ലോ, മീനുവിനെ പേടിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് വിട്ട ആ നായകന്മാരുണ്ടല്ലോ, അവരാരും ഈ വീഡിയോ കോളിൽ വന്നവരുടെ കൂട്ടത്തിൽ ആ ഒരു ലിസ്റ്റിലേ ഇല്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ ഒരു വോയിസ് കോൾ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഓക്കെ. ഇവര് നല്ല കൂട്ടായിരുന്നു. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, പോകുന്ന ചെലവും കാര്യങ്ങളൊന്നും നോക്കണ്ട, ഒരുപാടധികം പൈസകൾ തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവർ നൽകുകയും, അപ്പം എന്റെ കൂട്ടുകാരി കോളെന്ന് വെച്ചാൽ ചെറുതൊന്നുമല്ല, ഒരു വലിയൊരു വോയിസ് കോൾ തന്നെയാണ്. അപ്പോൾ ഇത് അതുപോലെയൊന്നും ഇടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഇട്ടിട്ടുള്ളത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അറിയാം ഈ സ്ത്രീയുടെ മേലുള്ള ഈ കുറ്റത്തിൻ്റെ പേര് അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല, അവരെ ഇപ്പോൾ കാണുന്നില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് വരാം. അപ്പോൾ കിട്ടുന്ന വിവരങ്ങളുമായിട്ട് വരാം. അതുവരെ ബായ്.